അത് വാച്ചിപ്പന്നെ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലല്ലേ കിടന്നുറങ്ങുന്നേ. അപ്പൊ നമ്മൾ ഇന്ന് വലിയൊരു ഹോട്ടലിൽ പോയിട്ട് അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് അവിടെ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോയി പാർക്കിൽ പോവും, വേറെ സ്ഥലങ്ങൾ കാണാൻ പോവും, കൊച്ചിന് ഡ്രസ്സ് എടുക്കും. എന്നിട്ട് പിന്നെയും തിരിച്ച് ആ ഹോട്ടലിൽ പോകും കേട്ടാ. എന്നിട്ട് അടുത്ത ദിവസം തിരിച്ചു വരും. ഓക്കെ ഓക്കെ ആണോ? ഹാപ്പി ആണോ? ഓക്കെ ഗുഡ്. എങ്ങോട്ടാ പോണെന്ന് അറിയോ? എന്നിട്ട് ഈ സ്ഥലത്താ പോണെന്നറിയോ? അറിയത്തില്ല. അമ്മ പറഞ്ഞായിരുന്നല്ലോ. പേര് മറന്നയോ? അമ്മ ഓപ്ഷൻസ് പറയട്ടെ. പേടിക്കുന്നതിനാ വാച്ചി? ഓപ്ഷൻസ് പറയട്ടെ. കോയമ്പത്തൂര്, പിന്നെ ഏതായിരുന്നു? മധുരൈ, ചെന്നൈ. ഇവിടെ എവിടെയാ പോകണ്ട വാച്ചിക്ക്? ചെന്നൈ പോണോ? ഓ മൈ ഗോഡ്. മമ്മ പോയ സ്ഥലത്ത്. പക്ഷെ വാവച്ചിക്ക് ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണെന്ന് അറിയോ? ഫോട്ടോയില്. ഓക്കെ നമ്മൾ അതെ. ഓക്കെ വാവച്ചി നമ്മളിപ്പം വെള്ളച്ചാട്ടം കണ്ടോ? അതാണ് വെള്ളച്ചാട്ടം. നോക്കിക്കോണേ, വാട്ടർഫോൾസ് ആണ് കേട്ടോ. നോക്കിക്കോ, ശരിക്കും നോക്കിയതോ. ഇതാ നോക്കിക്കോ. ഇതേ രാമനെ കണ്ട? വലിയ ആമ കണ്ടോ? ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? എന്ത് കഥയോ? ആ, ആമയും മൊയിലിന്റെ കഥയോ? ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ആമ ജയിച്ചു. ഓക്കെ ഓക്കെ. റണ്ണിങ് കോമ്പറ്റീഷൻ വെച്ചപ്പോ അല്ലേ? നോക്കി പുക കണ്ട? പുക. ഇതാണ് നമ്മൾ വന്ന പാർക്ക്. നമ്മള് പോലീസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. നമ്മൾ വണ്ടി ഓടിക്കുമ്പം എന്താണ്, കള്ള് കുടിച്ചിട്ടുണ്ടോ, കള്ള് ഇപ്പൊ വാങ്ങിച്ചെന്താ ചോദിക്കും. അങ്ങനെ പോലീസ് കുറെ ചെക്ക് ചെയ്യും വണ്ടിയൊക്കെ ഓക്കെ ആണോന്ന് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറ. ഞാൻ പറയട്ടെ. കോയമ്പത്തൂര് ഇഷ്ടമാണോ വാച്ചിക്ക്? അത് വാവച്ചി പോയിട്ടുണ്ടോ കോയമ്പത്തൂര്? ഫസ്റ്റ് ടൈം അല്ലേ? അല്ല, വാവച്ചി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എങ്ങനെയാന്ന് അറിയട്ടെ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ നിന്ന് നാട്ടിൽ വന്നില്ലേ, അപ്പം വാവച്ചി ദുബായിൽ നിന്ന് കോയമ്പത്തൂർ വന്നു. അവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. പക്ഷെ വാവച്ചി കോയമ്പത്തൂർ ഒന്നും കണ്ടിട്ടില്ല സ്ഥലം. സോ വാവച്ചിനെ സ്ഥലം കാണിക്കാൻ നമ്മൾ പോകുക കോയമ്പത്തൂര്. മമ്മയും അപ്പയും ഫസ്റ്റ് ടൈം കണ്ട സ്ഥലം കാണിച്ചു തരാം. അതെവിടെയാണെന്നറിയോ? കോയമ്പത്തൂര്. അയ്യോ, നിനക്ക് ദൂരം തോന്നിയോ? എന്നാ നീ വണ്ടി നിർത്തിക്കോ, ഞാനും വാവച്ചി കൂടെ പോയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇറങ്ങിക്കോ. നമുക്ക് നോക്കാം വാച്ചി. അപ്പനെ കൊണ്ടുപോണോ? അപ്പ പാവോ? പിന്നെ ഞാനാ പാവോ. അപ്പൊ നമ്മളിപ്പോ ഏത് വഴി കൂടെ പോണെന്നറിയോ? ചിന്നാറിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ചിന്നാർ ആരാന്നല്ല, സ്ഥലം. സോ നമ്മളിപ്പോ കോയമ്പത്തൂര് പോവാണ് കേട്ടോ. അപ്പൊ വാവച്ചി ഇപ്പൊ സ്കൂൾ വിട്ട് വന്ന് റെഡിയായി. വാവച്ചി നമ്മൾ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകണം. വാവച്ചി കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എങ്ങോട്ടാ പോകുന്നേ, എന്തിനാ പോകുന്നേ, എങ്ങനെ സ്റ്റേ ചെയ്യും, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിച്ചു വന്ന് നമ്മൾ സംശയങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തത് ഇപ്പൊ കോയമ്പത്തൂർക്ക് പോവാണ്. വാവച്ചി 1 മാസം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു കോയമ്പത്തൂർ ഒന്ന് കൊണ്ടുപോകും ചോദിച്ചു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ വാവച്ചി പറഞ്ഞു വാവച്ചിക്ക് സ്കൂളിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകണമല്ലോ, എനിക്ക് ഭയങ്കര സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനോട് വാവച്ചിക്ക് സ്ട്രെസ്സോ? അവളെന്നോട് പറഞ്ഞു 4 വയസ്സുള്ള കൊച്ചാണ്, പക്ഷെ സ്ട്രെസ് എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ഇടയ്ക്ക് പറയുമല്ലോ സ്ട്രെസ് എന്നൊക്കെ. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ പഠിച്ചതാന്ന് തോന്നുന്നു. അപ്പം ശരി, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മളിതേ കോയമ്പത്തൂര് കൊണ്ടുപോകുവാണ് വാവച്ചിനെ. അല്ലേ വാവച്ചി? വാവച്ചിക്ക് അപ്പോൾ 2 ദിവസം ലീവാണ്. ഇന്ന് വെള്ളിയാഴ്ച, നാളെ ലീവാണ്. അപ്പൊ വാവച്ചി ഓക്കെ. അപ്പൊ
നമ്മൾ അതുകൊണ്ട് പ്ലാൻ ചെയ്ത് കോയമ്പത്തൂർ പോകാനായിട്ട്. വെരി ഗുഡ്. 2 പ്രാവശ്യമല്ല 2 ദിവസം. റെഡി ആയിട്ട് നിൽക്കണം. എന്തിനു റെഡി ആകുന്ന? കളിക്കാനാ? അതെ. ഓക്കെ അല്ലേ? വാവച്ചിക്ക് മൂന്നാർ സൈഡ് പോകാനാണ് ഇഷ്ടം, ചിന്നാർ സൈഡ് പോകാനാണ് ഇഷ്ടം? ചിന്നാറ്. കാരണം എന്താ? ഛർദിക്ക് മൂന്നാർ സൈഡിൽ കൂടെ പോയാ വാവച്ചിക്ക് ഈ വഴി പോയാൽ വാവച്ചി ഓക്കെ ആണ് കേട്ടോ. ഇതാണ് ചിന്നാറ് വഴി. ഓക്കെ, ഈ വഴിയില് വാവച്ചി എലിഫന്റ് കാണും കേട്ടോ കണ്ണ. അത് കോയമ്പത്തൂർ ബസ്സാ പോകുന്നത് കണ്ടോ വച്ച്? കോയമ്പത്തൂർ ബസ്സാ പോകുന്നത് കണ്ടോ? അമ്മ പണ്ട് കോളേജിൽ പഠിച്ചപ്പോഴേ ഇങ്ങനെ ബസ്സിലാ പോയിക്കൊണ്ടിരുന്നത് കോയമ്പത്തൂർ വരെ. ഇത് ഗാന്ധി എന്താ ഇതൊക്കെ? കോവെ നെയ്റ്റുണ്ട്, ഗാന്ധിപുരം. എനിക്ക് തമിഴ് വായിക്കാൻ അറിയാം. യെസ്, കണ്ടോ? കോയമ്പത്തൂർ ബസ്സാണ് പോകുന്നത്. അമ്മ പണ്ട് കോളേജിൽ പഠിച്ചപ്പോ ഇങ്ങനെ ബസ്സിലാ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ ചിലപ്പോ ആനനെ കാണാൻ പറ്റും വാവച്ചി. ഇവിടെ അല്ല, കുറച്ചും കൂടെ കഴിയുമ്പോ ചിലപ്പോ. മങ്കിനെ കണ്ടോ? നോക്ക് നോക്ക് വാവച്ചി, കണ്ടോ മങ്കിനെ? ആനനെ കാണലെന്ന് പ്രാർത്ഥിക്കുക വാവച്ചി കേട്ടോ. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കുക വാവച്ചി. പ്രാർത്ഥിക്കുന്നത്. ഇവിടുന്ന് കോയമ്പത്തൂർക്ക് 3.5 മണിക്കൂറുണ്ട് കേട്ടോ. ശരിക്കും 4 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് കാറ് പോവാണെങ്കിൽ 3.5 മണിക്കൂർ, ബസ്സിലൊക്കെ പോകുമ്പോൾ അത് കൂടും, 4 മണിക്കൂറൊക്കെ ആവും. ഇവിടുന്ന് മറിയൂരിന്ന് അടിമാലി പോകുന്ന ദൂരം അല്ലേ? അതെ അതെ. കോയമ്പത്തൂർക്ക് ഇപ്പൊ നമുക്ക് എളുപ്പമാണ്. നമ്മൾക്ക് മറിയൂർ ടു കോയമ്പത്തൂർ ഈസിയാ, നല്ല റോഡാണ്. ഇത് കോയമ്പത്തൂർ മൂന്നാറിന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന ബസ്സാ വാവച്ചി. അതുകൊണ്ടാ മൂന്നാറിന്ന് എഴുതിയേക്കണേ കേട്ടോ. വാവച്ചിക്ക് തമിഴ് വായിക്കാൻ അറിയില്ലല്ലോ. കൊച്ചു വായിച്ചാണോ? മൂന്നാറിന്ന് ഇംഗ്ലീഷിൽ എഴുതിയില്ലല്ലോ. ഇംഗ്ലീഷ് വായിക്കാൻ അവൾക്ക് അറിയില്ല. അവൾക്ക് ABCD പഠിക്കുന്നില്ലേ ഉള്ളൂ ഇപ്പൊ. അവള് നമ്മള് പറയുന്നിട്ട് പറഞ്ഞതാ. എന്തോന്നാടേ. വച്ചി അത് കണ്ടോ? ഒരു പിക്ചർ കണ്ടോ? ബോർഡ് കണ്ടോ? ഇത് ആനയുടെ ഫോട്ടോ കണ്ടോ? ആന ഉണ്ട് എന്ന് കാണിക്കുന്നു. ഐ മീൻ ആന ഉണ്ടാകും, സൂക്ഷിക്കണം എന്ന് കേട്ടോ. ഉറങ്ങിപ്പോയിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആവശ്യം ഉറക്കമാണ്. നല്ല ഉറക്കമായി. നമ്മളിപ്പോ കേരളത്തിൻ്റെ ഉള്ളിലാണ്. ഐ മീൻ നമ്മളിപ്പോൾ ചിന്നാറെത്തിയിട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ട് ബോർഡറിൽ എത്തി. ഞാൻ എത്തുമ്പോൾ കാണിച്ചിട്ടാവേ. തമിഴ്നാട് ബോർഡർ, കേരള ബോർഡർ. ഇതാണ് കേരള ബോർഡർ. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ എഴുതണം. ഇത് ഇട്ടേക്ക് കേട്ടോ. ഉള്ളില് കുരങ്ങ് കയറും. ഗ്ലാസ് ഇട്ടാലേ AC ഇട്ടേക്ക്, അല്ലെങ്കിൽ ഗ്ലാസ് കയറി കുരങ്ങ് വന്ന് കയറും. നമ്പർ എഴുതണേ, ഫോൺ നമ്പർ അല്ല, സോറി, കാർ നമ്പർ മാറിപ്പോയി. ഇവിടെ നമ്മുടെ കാർ നമ്പർ എഴുതണം. ആൻഡ് എങ്ങോട്ടാ പോണേന്ന് പറയണം ചെക്ക് പോസ്റ്റിൽ. അവിടെ ഒരു കുരങ്ങിരിക്കുന്നുണ്ടോ വാച്ചി? വാച്ചി എണീറ്റു. ഇതേ ഒരു കുരങ്ങിരിക്കുന്നുണ്ടോ? ആ കുരങ്ങ് എങ്ങാനും വണ്ടി കയറും. അതുകൊണ്ട് നമ്മൾ ഫുൾ മിറർ ക്ലോസ് ആക്കണം, അല്ലെങ്കിൽ കണ്ണ് തെറ്റി അത് വണ്ടിക്കകത്ത് കയറും. കാരണം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി വരുന്ന. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ബോർഡർ. കേരള ബോർഡറാണ് ചായ. ഇതാണ് തമിഴ്നാട് ബോർഡർ. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ കയറി. ഇനി നമ്മൾ തമിഴ്നാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ വാച്ചി. ഇത്രയും നേരം നമ്മൾ കേരളത്തിലായിരുന്നു കണ്ടോ. ഇവിടെയൊക്കെ ഇനി നമ്മൾ സൂക്ഷിച്ചു വേണം പോകാൻ, ബിക്കോസ് ആന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് തമിഴ്നാട്ട് ചെക്ക് പോസ്റ്റ്. ആനയുടെ പിക്ചറാണത്, ആനയല്ല. എലിഫന്റ് സോൺ എന്നാണ്. ഐ മീൻ എന്താണ് അർത്ഥം? മേ ബി എലിഫന്റ് ഇവിടെ കാണും എന്നാണ് പറയുന്നത്. നമ്മളിപ്പം തമിഴ്നാട് റോഡിൽ കൂടെ വായിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്.
വാച്ച് എന്താ വേണ്ടേ? അത് വേണമെന്ന്. ചിക്കുട്ടാ എങ്ങനെയുണ്ട് യാത്ര ചെയ്തിട്ടോ? അതെന്താ ടയർഡായിപ്പോയോ? അതെ, അത് ഈ റോഡായതുകൊണ്ട്. മറ്റൊരാളാണെങ്കിൽ വായിച്ച് നമ്മളെയും കൊണ്ട് ഇതാക്കിയാണ് അല്ലപ്പാ. ചായ കുടിക്കട്ടെ. ഭയങ്കര മധുരം ചായക്ക്. നല്ല ചെറിയൊരു തലവേദനയുണ്ട് എനിക്കിപ്പം, അതുകൊണ്ടാണ് ചായ കുടിക്കാൻ ഇറങ്ങിയത്. വാവച്ചിക്ക് പിന്നെ വണ്ടി ഇരുന്നിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാനോർത്തു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പതുക്കെ പോകാൻ ഓർത്തു. ഇനിയിപ്പോൾ 2 മണിക്കൂറുണ്ട് ഇവിടുന്ന്. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും തലവേദന കുറയായിരിക്കും. സോഫ്റ്റ് പൊറോട്ട കിട്ടുന്നേന്ന് നോക്കിയാണോ? ടയർഡായോ? ഭയങ്കരമായിട്ട് ഞാൻ ടയർഡായി. എനിക്ക് കുറച്ച് തലവേദനയൊക്കെ എടുക്കുന്നു. നമ്മളിപ്പോൾ എവിടെ എത്തിയേക്കണേ അറിയില്ല. പല്ലടത്ത് എത്തിയിട്ട് ഇനി കോയമ്പത്തൂർ പോകണം. പല്ലടം എത്തി. നമ്മൾ പൊള്ളാച്ചി ടച്ച് ചെയ്തില്ല. നേരെ ഇപ്പോൾ പല്ലടം എത്തി. പല്ലടത്തിന് ഫുഡ് കഴിക്കാൻ ഇപ്പം നമ്മളിവിടെ നിന്നു. വാവച്ചിക്ക് എന്താണ് വേണ്ടത്? ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു വേണ്ടത്. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് നോക്കി കിട്ടില്ല. അവസാനം ഒരു ഹോട്ടലിലെത്തി നമ്മളിപ്പോൾ പൊറോട്ട പറഞ്ഞു വാവച്ചിക്ക്. ഞങ്ങൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു. വാവച്ചിക്ക് എന്താ ബിരിയാണി വേണ്ടാത്ത? ഇഷ്ടമല്ല? ഓക്കെ. അപ്പോൾ എരിവാണോ? ഓക്കെ. എങ്ങനെയുണ്ട് വാച്ചി ഫുഡൊക്കെ? ഫ്രഞ്ച് ഫ്രൈസ് നോക്കിയിട്ട് ഫ്രഞ്ച് ഫ്രൈസും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല.